ശൗൽ എന്ന് പറയുന്ന മനുഷ്യൻ ആദിമ 1-ാം നൂറ്റാണ്ടിൽ ദൈവസഭയെ ഉപദ്രവിച്ച് ദൈവജനത്തെ വല്ലാതെ മുടിച്ചുകൊണ്ടിരുന്ന ശൗൽ എന്ന് പറയുന്ന മനുഷ്യന്റെ മേൽ ദൈവത്തിന്റെ സന്ദർശനം വന്നപ്പോൾ ദൈവജനത്തെ ഉപദ്രവിച്ച് അധികാരികളുടെ പക്കൽ നിന്ന് അധികാരപത്രവും ആമൻ മേടിച്ചുകൊണ്ട് ജനത്തെ അല്ലെങ്കിൽ ദൈവജനത്തെ ദൈവസഭ ഉപദ്രവിപ്പാൻ വേണ്ടി ആമൻ കുതിരപ്പുറത്ത് യാത്ര ചെയ്തുകൊണ്ടിരുന്ന പൗലോസ് ദമസ്കോസിന്റെ പടിവാതിൽക്കൽ ശൗൽ എന്ന് പറയുന്ന മനുഷ്യൻ എത്തിയപ്പോൾ അവന്റെ മേൽ ദൈവത്തിന്റെ സന്ദർശനം വെളിപ്പെട്ടു. അതുവരെ ആമൻ ശൗലിന്റെ ആമൻ ഹൃദയത്തിലെ ആഗ്രഹവും ചിന്തയും അവന്റെ ഓട്ടവുമെല്ലാം എങ്ങനെയും ഞാൻ പഠിച്ചിരിക്കുന്ന മാർഗത്തെ എനിക്ക് പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവരണം, ക്രിസ്ത്യാനിറ്റിയെ ഒതുക്കി കളയണം, തീർത്ത് കളയണമെന്ന് ഉദ്ദേശത്തോടു കൂടെ ആമൻ ശൗൽ യാത്ര ചെയ്തു. പക്ഷെ ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് ദൈവത്തിന്റെ സന്ദർശനം ശൗലിന്റെ മേൽ വീണപ്പോൾ അവന്റെ കാഴ്ചപ്പാടുകൾ മാറി, അവന്റെ വെളിപ്പാടുകൾ മാറി. അതുവരെ ഏത് മാർഗത്തിനെതിരായാണോ ശൗൽ മുൻപോട്ട് പോയത്, ദൈവത്തിന്റെ സന്ദർശനം ഒരു വെളിച്ചം ചുറ്റി മിന്നുന്നത് പോലെ ശൗലിനെ നിലത്ത് തള്ളിയിട്ട് അവന്റെ കണ്ണ് കാണാൻ വഴിയാതെ വണ്ണം അവനായിത്തീർന്നു. അനനിയാസ് അവന് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അവന്റെ കാഴ്ചപ്പാടുകൾ മാറിയെങ്കിൽ ഇന്ന് പകൽ നിന്റെ മേൽ ദൈവത്തിന്റെ സന്ദർശനം വന്നു വീഴുമ്പോൾ, ദൈവത്തിന്റെ നിയോഗങ്ങൾ വന്നു വീഴുമ്പോൾ നിന്റെ കാഴ്ചപ്പാടുകൾ മാറും, നിന്റെ രീതികൾ മാറും, നിന്റെ സംസാര ശൈലികൾ മാറും, നിന്റെ ഭാവം മാറും. നീ ദൈവത്തിന് വേണ്ടി പ്രയോജനമുള്ള, ദൈവത്തിന് വേണ്ടി കത്തി ജ്വലിച്ച് പ്രകാശിക്കുന്ന ഒരു വ്യക്തിയാക്കി നിന്നെ മാറ്റുവാൻ ദൈവത്തിന് പദ്ധതി ഉണ്ടെന്ന് ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ശക്തമായി ദൂതി കൈമാറുകയാണ്.